നാടിനെ കാണാൻ കിട്ടുമോ? മഴ ഇങ്ങനെ പെരുത്ത് പെയ്യാണല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഞാനുണ്ടമ്മ നിങ്ങളെ കൂടെ. മോളെ നീന മോള് മാത്രാക്കണ്ട, എല്ലാരും പോന്നോളി. ഇനി ഇവിടെ നിൽക്കണത് ആപത്താ. എന്റെ പൊരക്കാരെ പുലർച്ചയ്ക്ക് എന്നെ മുട്ടിയും കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും പോകാം. അല്ലേലും നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്നാല് നമുക്ക് ഉറക്കം കിട്ടൂല. എല്ലാരും പോന്നോളി. നമ്മളും പോന്നോട്ടാ വേഗം. ഞങ്ങളെങ്ങനെ പോരാനാ കുട്ടിയെ? കൂട്ടിലിട്ട കോയും കെട്ടിട്ടാടും പയ്യോ ഒക്കെ ഉണ്ട് ഇവിടെ. ഈച്ചങ്ങളൊക്കെ ഇവിടെ ഇട്ടച്ച് ഞങ്ങൾ എങ്ങനെ പോരാനാ? നിങ്ങൾ പൊക്കോളും. നാട്ടാരെ വണ്ടിച്ചോളി, മക്കളെ വണ്ടിച്ചോളി. ഊരിട്ടോളൂ ആറ് കുട്ടിത്തറച്ച് അഴികൾ ഉത്തരിച്ച് വരുന്നുണ്ട്. മക്കളെ വണ്ടിക്കോളി, നാട്ടാരെ വണ്ടിക്കോളി. പഠിച്ചോരെ എന്റെ മോള്, എന്റെ മോളാണ്. ഭൂമി പൊട്ടിത്തെറിക്കണല്ല ഒച്ചയടിപ്പോ ഉരുട് പൊട്ടിയതുകളൊക്കെ വിളിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടിച്ച് എന്റെ മോള് പെട്ടെന്ന് നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് എവിടേക്കാ ഓടിപ്പോയത്? മോളെ ഇവിടെ മോളെയാണ്. നമ്മക്കറിയില്ല രഞ്ജീറ. ഊരയിലുള്ള കൂട്ടിലിട്ട് പോയിനും ഇട്ടിട്ട് ആടിയും പയ്യൊക്കെ രക്ഷിക്കണ നേരം കൊണ്ട് നമ്മക്ക് നമ്മളെ കുട്ടിയെ നോക്കാൻ കഴിഞ്ഞില്ലല്ലോ. പഠിച്ചോനെ നമ്മളെ മോളെയാണ്. നമ്മളെ മോളെല്ലാം വരുന്നത് ആരൊക്കെയോ താങ്ങി പിടിച്ച് ഞാൻ കാണുന്ന വേണ്ടത്. മോളെ 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 മോൾക്ക് എന്താ പറ്റിയേ? രക്ഷപ്പെടാൻ വേണ്ടിട്ട് മഴയുടെ മോള് കയറിപ്പോയപ്പോ നമ്മുടെ പറ്റിലേക്ക് അവിടെ മാറ്റിയപ്പ വലിയ മോള് ഉറങ്ങിപ്പോയാലോചിച്ച് ഓളെന്നെ പോയതിപ്പോ അവളാളെത്തി നോക്കുമ്പോ ഓളില്ല, ഇവിടെ പോരില്ലമ്മ. അപ്പൊ എന്തൊക്കെ കുത്തി വെച്ച് വരുന്നേ കണ്ട് നമ്മൾ പോയതിനടുത്തേക്ക് പോയി നോക്കിയപ്പ ഒന്നും കാണാനില്ല. നമ്മൾ ഇങ്ങനെ കൊത്തി ഒളിച്ച് മറിഞ്ഞ് പോരേനിപ്പ. അപ്പോഴും നമുക്ക് പേടിണ്ടായി കേട്ടോ. ഓളാടെ എവിടെയും കാണിച്ചു അപ്പോഴിങ്ങനെ നോക്കി നിന്ന് ഓളല്ലേ ഓളെ പോരല്ലമ്മ. നമുക്ക് എല്ലാം പോയില്ല മോളെ. സൗഹൃദമുള്ള ഒരു നാടിനെയാണല്ലോ മഴവെള്ളപ്പാത്തിലേക്ക് ഒറ്റൽപ്പിച്ച് കൊണ്ടുപോയത്. എല്ലാം പോയില്ലേ അമ്മ? എല്ലാം പോയമ്മ. എല്ലാം കുറ്റൽപ്പിച്ച് കൊണ്ടുപോയപ്പ ഒക്കെ പോയി. നടക്കൂല. ഇല്ലമ്മ ഓള് വരും. എന്റെ കൂട്ടായി അല്ല കൂടെ പേർ കാലില് വരുമ്പോ വരൂലേ വരൂലേ വരും. ഓള് വരുമ്പോ പാതിരാത്രി ഉറങ്ങിക്കിടന്ന കുറെ സാധു മനുഷ്യരുടെ ജീവൻ കൊണ്ടുപോയ ആ മഹാമാരി എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ മണ്ണിലേക്ക് മരിച്ചു ചേർന്നവർ. ഉരുൾപൊട്ടലിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തിന്റെ ഓർമ്മയിൽ ഇന്നും നമ്മുടെ സ്വന്തം വയനാട്ടിലെ സഹോദരങ്ങൾ ഞെട്ടിവിറയ്ക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം കൈകോർക്കാം.